ഈ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് കേസുകളിൽ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് പല കേസുകളിലും കൂടുതലും പോലീസ് ക്യാച്ച് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നല്ലെങ്കിൽ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ മറ്റൊരു വാഹനം വന്ന് ഇടിക്കുകയോ അല്ല എങ്കിൽ മറ്റെന്തെങ്കിലും വണ്ടി നമ്മുടെ വഴിയിൽ കേടായി നിൽക്കുകയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫാൾട്ട് ഉണ്ടായതിന് ശേഷമാണ് പോലീസ് വരുന്നത്. അവർക്ക് പോലീസിന് സംശയം തോന്നിക്കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ആൻഡ് യൂറിൻ ചെക്ക് ചെയ്യുന്നതും നമ്മൾ ഡ്രങ്ക് ആൻഡ് ഡ്രൈവിന് പിടിക്കപ്പെടുകയും ചെയ്യുന്നത്. അങ്ങനെ വരുന്ന പല കേസുകളിലും ക്ലയൻസ് പലപ്പോഴും പേടി കൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു കാരണം കൊണ്ടോ ഇത് പ്രോപ്പറായിട്ട് കോടതി വിളിക്കുമ്പോൾ ചെല്ലാണ്ടിരിക്കുകയോ അല്ല എങ്കിൽ പറഞ്ഞ ഹിയറിംഗ് അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുകയോ ചെയ്യുന്ന സാഹചര്യത്തിൽ അവർക്കെതിരെ വരുന്ന ജഡ്ജ്മെൻറ്റ്, അതിപ്പോൾ ഒരുപക്ഷെ ഫൈനായിരിക്കും, ഡീപ്പോർട്ടേഷൻ ആയിരിക്കും, ജയിൽ ടൈം ആയിരിക്കും, അങ്ങനെ വരുന്ന കേസുകൾ നമുക്ക് പ്രോപ്പറായിട്ട് ഇടപെടാൻ കഴിയാണ്ട് വരും. കാരണം ഈ പറയുന്ന അപ്പീൽ പീരീഡ് ടൈമൊക്കെ കഴിഞ്ഞു പോകും. അപ്പോൾ അങ്ങനെ വരുന്നത് കറക്റ്റായിട്ട് പ്രോപ്പർ ഇങ്ങനെ കോർട്ടിൽ നിന്ന് നമുക്ക് കോൾ വരികയോ അല്ലെങ്കിൽ നമ്മുടെ പേരിലൊരു കേസുണ്ട് എന്ന് നമ്മൾ അറിയുകയോ ചെയ്താൽ അപ്പോൾ തന്നെ അതിന് വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്.